നടൻ പൃഥ്വിരാജ് പ്രതികരിച്ചിരിക്കുന്നത് നിലപാടെടുത്ത് ആഞ്ഞടിക്കുകയാണ്. പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം വേണം. AMMA എന്ന താരസംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, തിരുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ഫൈൻഡിങ്സിൽ നടപടി വേണം, അങ്ങനെ വേണം തിരുത്താൻ എന്ന് കൂടി പൃഥ്വിരാജ് പറയുകയാണ്. സായ്കുമാർ നമുക്കൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായ്കുമാർ, പൃഥ്വിരാജ് എന്താണോ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അതിനും അപ്പുറത്തേക്ക് ശക്തമായ ഒരു നിലപാടിലേക്ക് പൃഥ്വിരാജ് കടന്നിരിക്കുകയാണ്. ഇതെല്ലാം പറയാൻ ഉറപ്പിച്ചു തന്നെ എത്തിയതായിരുന്നു പൃഥ്വി എന്നല്ലേ? ചോദ്യങ്ങൾ പോലും ആവശ്യമായിരുന്നില്ല നിലപാടെടുക്കാൻ. തീർച്ചയായും സുജയ, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അദ്ദേഹം കൃത്യമായി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഉറച്ച നിലപാടായി കേൾക്കുകയായിരുന്നു ഇത്രയും നേരം നമ്മൾ എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമാ മേഖലയിൽ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട മോശം വാർത്തകളിൽ നിന്നൊക്കെ ഒരു തിരുത്തൽ ശബ്ദമായിട്ടാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ, അതിൽ വന്നിട്ടുള്ള മൊഴികളിൽ, അതിൽ വന്നിട്ടുള്ള പരാതികൾ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം. അങ്ങനെ ഇതാ ഇന്ത്യൻ സിനിമയിൽ തന്നെ, കേരള സിനിമയിൽ, മലയാള സിനിമയിൽ ആദ്യമായി ഇങ്ങനെയൊരു മാറ്റമുണ്ടാകുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒരു ചോദ്യത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറാതെ കൃത്യമായിട്ടുള്ള തൻ്റെ നിലപാട് പൃഥ്വിരാജ് പറയുകയുണ്ടായി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ സംഘടനയായ AMMAയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് ആ പരാതി കൈകാര്യം ചെയ്തതിൽ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഒരു സംശയത്തിനും ഇട നൽകാതെ കൃത്യമായി പൃഥ്വിരാജ് പറഞ്ഞു. AMMA അത് തിരുത്തണം എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ഏതെങ്കിലും ആരോപണം വരുമ്പോൾ അതിൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഇരകളുടെ പേര് മാത്രമാണ്. വേട്ടക്കാരൻ്റെ, ആരോപണ വിധേയൻ്റെ പേര് സംരക്ഷിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇരകൾക്ക് ഇരകളുടേതായ സ്വകാര്യതയുണ്ട്, അത് മാത്രമേ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് പൃഥ്വിരാജ് പറയുകയാണ്. അധികാര സ്ഥാനത്തിരുന്ന് അന്വേഷണത്തെ നേരിടുന്നതിനോട് തനിക്ക് യോജിപ്പില്ല. ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് വേണ്ടത്. പിന്നീട് പൃഥ്വിരാജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സിനിമയിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്ന്, പരാതികളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നല്ല രീതിയല്ല. താൻ അത് ചെയ്യില്ല എന്ന് കൂടി പൃഥ്വിരാജ് പറയുന്നു. അതോടൊപ്പം സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് അതില്ല എന്നുള്ള മറുപടിയല്ല പൃഥ്വിരാജ് നൽകിയത്. തനിക്കിത് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇവിടം കൊണ്ട് അവസാനിക്കണം. എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന്, സിനിമാ മേഖലയിലെ ബഹിഷ്കരണവും ബാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും പൃഥ്വിരാജ് പറയുന്നത്, പാർവതി തിരുവോത്ത് മാത്രമല്ല, അതിനു മുൻപ് ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരം അവഗണന നേരിട്ട ഒരാളാണ് ഞാൻ. പാർവതിക്ക് മുന്നേ തന്നെ അതിന് ഇരയായ ഒരാളാണ് താൻ. അതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും സുജിയ നമുക്ക് കൃത്യമായി പറയാം, സിനിമാ മേഖലയിലെ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തൻ്റെ നിലപാട് പറയുകയായിരുന്നു പൃഥ്വിരാജ്. അത് അദ്ദേഹം പറയാൻ തന്നെ വന്നതാണ്. ഒരു ചോദ്യത്തിൽ നിന്നും പൃഥ്വിരാജ് ഒഴിഞ്ഞു മാറിയിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള മറുപടി പൃഥ്വിരാജ് പറഞ്ഞു. ഇതിൽ അന്വേഷണം നടക്കണം, എല്ലാ പരാതികളും അന്വേഷിക്കപ്പെടണം, അതിൽ ഇരകളായവർക്ക് നീതി ലഭിക്കണം, വേട്ടക്കാരെ, കുറ്റക്കാരെ സംരക്ഷിക്കാൻ കൂടി ഒന്ന് പോവുകയാണ് വളരെ പെട്ടെന്ന്. അലി അക്ബർ ഷാ, അലി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്തില്ല പൃഥ്വിരാജ്, അല്ലേ? തീർച്ചയായും സുജയ, ഇന്ന് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലബിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടാണ് പൃഥ്വിരാജ് കൊച്ചിയിലെത്തിയത്. അതിന്റെ പ്രസ് മീറ്റാണ് നടന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് തയ്യാറെടുത്ത് തന്നെയാണ് അദ്ദേഹം വന്നിരുന്നത്. ഒരു ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല. കൃത്യമായി പൃഥ്വിരാജ് നിലപാട് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും പറയേണ്ട കാര്യം, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയ പ്രധാന നടന്മാരിൽ ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ്. ഇത്തരത്തിൽ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഏതെങ്കിലും നിലയിലുള്ള അതിക്രമം, ക്രൈം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ കുറ്റക്കാർക്ക് കൃത്യമായ ശിക്ഷ നടപ്പാക്കണമെന്നുമാണ് അതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പ്രതികരിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, ഈ അമ്മയിൽ പല അഭിനേതാക്കളും പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുമുള്ള ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജ് പ്രതികരിച്ചു. അമ്മയ്ക്ക് കൃത്യമായ വീഴ്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി, എന്തെങ്കിലും സംശയമില്ലാതെ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ്. ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ഈ ആരോപണ വിധേയരായ ആളുകൾ ഒരു സ്വാഭാവികമായ അന്വേഷണത്തിലേക്ക് സർക്കാരും പോലീസും കടക്കുമ്പോൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ടോ അവർ ആ സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടുന്നത്
എന്നതാണ് ഏറ്റവും ഉചിതമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന 2 രാജികൾ, ഒന്ന് അമ്മയുടെ തലപ്പത്തു നിന്നും സിദ്ദീഖിന്റെ രാജി, മറ്റൊന്ന് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തു നിന്നും രഞ്ജിത്തിന്റെ രാജി. ഇത് ഇനിയും വരാനിരിക്കുന്ന, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങൾ, അതിലെല്ലാം ആരോപണം നേരിടുന്ന ആളുകൾ അവരവർ തുടരുന്ന ഏതെങ്കിലും പവർ പൊസിഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും താഴെ ഇറങ്ങിയ ശേഷം അന്വേഷണം നേരിടണമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന ആരോപണം, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിലെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല, പക്ഷേ അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തനിക്ക് പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ നിരവധിയായ മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായും തകർക്കപ്പെടണം. അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും തുടരാൻ പാടില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു. മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറയുന്നത്, മറ്റ് മേഖലകളിൽ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല താരങ്ങളും പ്രതികരിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്, എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുണ്ട്, അവിടെയും നടപടി ഉണ്ടാകണമെന്നത്. അതിനോടൊപ്പം പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് തിരുത്തലുകളുടെ തുടക്കം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയുടെ തുടക്കം ഉണ്ടായത് മലയാള സിനിമയിലാണ്, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും സ്വാഭാവികമായും എന്നും പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നു. എന്തായാലും മറ്റു പല ആളുകളെയും പോലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായും വ്യക്തമായുമുള്ള മറുപടി പൃഥ്വിരാജ് നൽകിയിട്ടുമുണ്ട്. സുജയ, ഓക്കെ, നമുക്കിപ്പം സായ്കുമാറും തുടരുന്നുണ്ട്. സായ്കുമാർ, ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയാകാൻ മാറാൻ താൻ തയ്യാറാണ് എന്ന് കൂടി പൃഥ്വിരാജ് സൂചിപ്പിക്കുകയല്ല. അതായത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറേണ്ടേ എന്ന ചോദ്യത്തിന് മാറണം. അവർക്കെതിരെ ആരോപണം ഉയരുകയാണെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നതൊക്കെ ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് തന്നെയല്ലേ സായി? ക്ലിയർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് മലയാള സിനിമയിലെ ഒരു തിരുത്തൽ ശബ്ദമാണ് നമ്മളിപ്പോൾ പൃഥ്വിരാജിൽ നിന്ന് കേട്ടത്. കഴിഞ്ഞ ദിവസം ടൊവിനോ തോമസിൻ്റെ ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. ഇതെന്താ ഇവിടെ മാത്രമാണോ, എല്ലായിടത്തും ഇല്ലേ എന്നൊക്കെയുള്ള അഴകുഴമ്പൻ മറുപടി ഒരുപക്ഷെ ഉണ്ടാകുമ്പോഴും അങ്ങനെയല്ല, എനിക്ക് ബാധിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിൽ ഇങ്ങനെ പ്രശ്നങ്ങളില്ല എങ്കിൽ ഇതിലൊന്നും ഇടപെടേണ്ട ഉത്തരവാദിത്തമില്ല എന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് പൃഥ്വിരാജ് നിസ്സംശയം പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി അന്വേഷിക്കപ്പെടണം, ഇരകൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നീക്കങ്ങളെയും പൃഥ്വിരാജ് സ്വാഗതം ചെയ്യുന്നു. അതിൽ പൃഥ്വിരാജ് പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നല്ല രീതിയിൽ വളരെ വേഗത്തിൽ നടപ്പിലാക്കണം എന്നുകൂടി പറയുകയാണ്. അത് മൂടിവെക്കാനുള്ളതല്ല, അത് മറച്ചുവെക്കാനുള്ളതല്ല എന്നാണ് പൃഥ്വിരാജ് കൃത്യമായി പറയുന്നത്. അങ്ങനെ അവിടെ മണിക്കൂറുകളോളം പോയി പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടിയേ തീരൂ. അത് നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളാണ്. അവിടെ കോൺക്ലേവിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണപരമായ മാറ്റങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇനി എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ താൻ കാത്തിരിക്കുന്നു എന്നാണ് പൃഥ്വിരാജിൻ്റെ വാക്ക്. അതോടൊപ്പം AMMA എന്ന സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഒരു സംശയത്തിനും ഇട നൽകാതെ പറയുകയാണ് പൃഥ്വിരാജ്. ഒരുപക്ഷെ ഇത്രയും ധീരമായി ഈ ദിവസത്തിനിടയിൽ സിനിമാ മേഖലയിൽ ആരെങ്കിലും സംസാരിച്ചു എന്ന് നമുക്ക് സംശയം തന്നെയാണ്. വളരെ കൃത്യമായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പരാതി കൈകാര്യം ചെയ്യുന്നതിൽ AMMA എന്ന സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന ചോദ്യത്തിന് ഒരു സംശയത്തിനും ഇട നൽകാതെ പൃഥ്വിരാജ് പറയുന്നു. നമുക്ക് പൃഥ്വിരാജ് പറഞ്ഞ വാചകങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗം ഒന്നുകൂടി കേൾക്കാം. അത്രയും ശക്തമായ നിലപാടിലൂടെ പൃഥ്വിരാജ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു 2 ദിവസങ്ങൾക്ക് മുൻപോ മറ്റോ ആണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങൾ, ഇതിൻ്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും എന്നെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഗോ ഓൺ. രാജു, സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിൽ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം. വിക്ടിമുകളുടെ പേരുകളല്ല, ഇന്നവർ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പം വേട്ടക്കാരൻ്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല, പക്ഷേ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ പുറത്തുവിടണമെന്ന് പൃഥ്വിരാജ് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഈ ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു ദ ഗവൺമെൻറ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിലിരിക്കുന്ന ആൾക്കാരാണ്. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായോ? സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട്. ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ താങ്കളുടെ പ്രവർത്തകർക്ക് ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ടായി. നമ്മളെല്ലാവരും അവർക്കൊപ്പം നിന്നതാണ്. അന്ന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പുകൾ ഉണ്ടായില്ല. വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു. ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നു. ഇതൊക്കെ വളരെ പരിതാപകരമല്ല. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ 4-5 പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ്. അതുപോലെ അമ്മോൾ ഇപ്പോൾ ശക്തമായ നിലപാട് എടുക്കാതിരിക്കുകയും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാനിതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു, അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ? സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്, പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടിയിറങ്ങേണ്ടി വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഈ സിദ്ദിഖ് മാറിയതിനു ശേഷം ആ ചുമതലയിലേക്ക് വന്ന നടനും ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നടനും ഈ സ്ഥാനം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ? സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ
മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം ഉറച്ച വാക്കുകൾ, ശക്തമായ നിലപാട്. പേര് പൃഥ്വിരാജ് സുകുമാരൻ. തിരികെ